അതാ വിഗല്ല വേറെ പുതിയ വിഗ് ഇറക്കി. ഇത് വിഗല്ല, ഇത് വേറെ സ്വന്തം മുടി. നിങ്ങൾ ആരെങ്കിലും എന്റെ ഋഷ്യശൃംഖനെ കണ്ടായിരുന്നോ? ഞാനിപ്പോ മേക്കപ്പ് ചെയ്യാൻ പോയ നേരത്തെ ചിലപ്പോ റിമിയന്റെ കണ്ടങ്ങാണോ അങ്ങോട്ട് വന്നായിരിക്കും. അയ്യോ കണ്ണൊന്ന് വെക്കാ മതി, അപ്പൊ പോവും. ഉദ്ദേശിച്ചത് ആള് മാറി. എന്തുവാ ഋഷ്യശൃംഖം? അതുമെങ്കിലും സീറ്റിൽ കയറി ഇരിക്കുവാന്നോ? എന്നെ കണ്ടിട്ട് ഋഷ്യശൃംഖനായിട്ടാ തോന്നണേ. അല്ല കഴിഞ്ഞ തവണയൊക്കെയാണെങ്കിൽ പിന്നെ പൊട്ടം നോക്കിയ മുടിയൊക്കെ വളർത്തി. ഇതിപ്പോ മിലിറ്ററി കട്ട് വെട്ടി വന്നിരിക്കുകയല്ലേ. പാടി കൈന്നാണ് വരെ ഇരുന്നു. തേങ്ങ എഴുന്നിട്ട് നമ്മുടെ നാട്ടിൽ പോണം. മഴ പെയ്ക്കണ്ടായോ? ഓ ശരിയാ. ഓക്കെ ജലക്ഷാമം വന്നു അവരുടെ നാട്ടിൽ. നമുക്ക് ശരിയാക്കാം. പുള്ളിയെ കൊണ്ടുപോയിട്ടാണ് മഴ പെയ്ക്കാൻ. നിങ്ങളുടെ അവിടൊക്കെ പുള്ളി ഭയങ്കരനാ. ഇങ്ങനെ ഒന്ന് കാണിച്ചാ മതി. ഇങ്ങനെ ചുഴറ്റി കാണിക്കും മൊത്തം മഴ. ഈ പാട്ട് പാടിയിട്ട് എന്നെ കൂട്ടിക്കൊണ്ടു പോകാൻ പോവാണ് അല്ലേ? മനസ്സിലായി കേട്ടോ ഏത് പാട്ടാണെന്ന്. അതെ, വൈശാലി എന്നുള്ള സിനിമയിലെ പാട്ടാണ്. ഞാൻ വൈശാലിയാണ്. നന്നായിട്ട് മാച്ച് ചെയ്യുന്നുണ്ട് കേട്ടാ. മനസ്സിലായില്ല? ഇപ്പൊ മനസ്സിലായി. പറഞ്ഞപ്പോ ഈ ഋഷ്യശൃംഖൻ എന്റെ ഫ്രണ്ടാണ് കേട്ടോ. അതെ, അദ്ദേഹമായിട്ട് ഒരുപാട് സംസാരിക്കുകയും ഒരുപാട് ഇന്റർവ്യൂസ്. പിന്നെ എവിടെ കണ്ടാലും ഋഷ്യശൃംഖൻ എന്താ വെച്ചാ എന്റെ വലിയൊരു ഫ്രണ്ടാണ് ഋഷ്യശൃംഖൻ. നല്ലൊരു പാട്ടാണ് ബോംബെ രവി സാറിന്റെ ബ്യൂട്ടിഫുൾ സോങ്. നല്ല സിറ്റുവേഷനാണ്. ഭരതേട്ടനെ അസാധ്യമായിട്ട് എടുത്തു വെച്ചിരിക്കുന്ന ഒരു സിനിമയാണ് വൈശാലി. അപ്പം ഗ്രൂപ്പുണ്ടോ? പിന്നെ ആ രാജ്യം നമ്മളിവിടെ സൃഷ്ടിക്കാൻ പോവാ. പിന്നെ വേറെ കാര്യമുണ്ട്, ഋഷ്യശൃംഖൻ ക്ലോസ് ഫ്രണ്ട് മാത്രല്ല, ഋഷ്യശൃംഖൻ എന്താ പോണോ? അല്ലല്ല, എങ്ങനെ പറയും, എന്തോ കുഴപ്പമുണ്ടല്ലോ. അല്ല, ഋഷ്യശൃംഖൻ എന്റെ പുറത്തിങ്ങനെ എഴുതിയിട്ടുണ്ട്. അതാണോ ജോലി? എയർപോർട്ടിൽ കാണുമ്പോഴത്തേക്ക് വന്നേ. അല്ലല്ല കേട്ടോ, ഈ സെയിം പാട്ട് നമ്മളൊരു വിഷ്വൽ ചെയ്തായിരുന്നു. അപ്പത്തേക്കും ഈ പാട്ടിന്റെ സീനിൽ അങ്ങനെയാണല്ലോ, പുറത്തിങ്ങനെ വരയ്ക്കുന്ന ഇല്ലേ, ആ സെയിം റിപ്പീറ്റ് ചെയ്തു. ആ വിഷ്വൽ പോലെ ഞങ്ങൾ റിപ്പീറ്റ് ചെയ്തു. അപ്പൊ ഞാൻ ഇങ്ങനെ തിരിഞ്ഞു നിന്നപ്പോഴത്തേക്കും ഋഷ്യശൃംഖൻ ഇങ്ങനെ പടം വരച്ചു. അപ്പോ രണ്ട് വൈശാലിമാരെ ഇവിടെ ഇരിക്കുന്നത്. അതെ, അങ്ങനെ എന്തുകൊണ്ട് എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള ഒരു പാട്ടാണത്. ഓർമ്മകളിലോട്ട് പോകുന്നു അണ്ണാ. ഈ വരുന്ന വരവ് കണ്ടപ്പോഴത്തേക്ക് ആദ്യമായിട്ട് വരുന്നവര് ഞാൻ കൈയൊക്കെ ഇങ്ങനെ വെച്ച് വരുന്നല്ലേ. അല്ല, അണ്ണൻ ഓരോ ദിവസം ഇച്ചിരി സ്റ്റൈല് കൂടി വരുന്നു, ഇച്ചിരി കൂടി വരുന്നു. അണ്ണാ ഇത്രയും വേണോ കേട്ടോ. ഇഷ്ടപ്പെടുന്നുണ്ടോ? അല്ല, ഇഷ്ടം. എനിക്ക് ബാക്കിയുള്ള എല്ലാരും ഇങ്ങനെ ശ്രദ്ധിക്കുന്ന ഇഷ്ടമല്ല. വേറെ ആരും ഞങ്ങളൊക്കെ ബാക്കി ഗേൾ ഫ്രണ്ട്സ് ഒന്നും അങ്ങനെ ശ്രദ്ധിക്കുന്ന എനിക്ക് ഇഷ്ടമല്ല കേട്ടോ. അതിന്റെ അർത്ഥം എന്തോ? അണ്ണൻ അണ്ണൻ ശ്രദ്ധിക്കുന്നത് റിമൂനെ അല്ലേ? അതെ അതെ, അങ്ങനെയൊന്നുമില്ല, അവനെ എല്ലാരും ശ്രദ്ധിക്കുന്നുണ്ട്. പക്ഷെ അണ്ണൻ വരാതിരുന്ന എനിക്ക് എന്തോ ഒരു വിഷമം, അതെനിക്കറിയില്ല. അതാണ് ഇതിന്റെ തുടക്കം. അപ്പൊ രാത്രി കിടക്കുമ്പോ നേരത്തെ പറഞ്ഞ ആ കുട്ടി അല്ല, നേരത്തെ ആ കുട്ടി വള്ളിക്കുന്നം 1 തൊട്ട് 2 വരെ വള്ളിക്കുന്നം, 2 തൊട്ട് 3 വരെ അണ്ണൻ. അങ്ങനെ ഇതൊന്നും ചിന്തിക്കാത്ത രണ്ട് പുണ്യാക്കളെ ഒന്ന് കാണാൻ. ഫ്ലവേഴ്സ് ഒരുക്കുന്ന കാഴ്ച വസന്തം യൂട്യൂബിൽ പ്രേക്ഷകർക്ക് ലൈവായി കാണാം. ഫ്ലവേഴ്സ് കോമഡിയിൽ ജോയിൻ ചെയ്യൂ, ആസ്വദിക്കൂ.